എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും മാലയുടെ സൗന്ദര്യം നോക്കിക്കഴിഞ്ഞു എങ്കിൽ ഭക്ഷണം എടുത്തു വെക്കേ എന്ന്. അന്നേരം ജലജ പറയും, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛാ എന്ന്. എങ്കിൽ പോരെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ മാല നീ നിൻ്റെ റൂമിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി കേട്ടോ എന്ന് ദേവേനോട് പറയുവാണേ. എന്നിട്ട് ദേവേന് വേണ്ട അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറയുമ്പം, അയ്യോ നാളെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ ഇത് മോളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തോളാം, അതുവരെ സൂക്ഷിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ദേവേനെ പറയുമ്പം ജലജ പറയുവാണ്, ഇപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും വലിയ മാല മേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അവിടെ കല്യാണ ചടങ്ങൊന്നും അല്ലല്ലോ നടക്കുന്നത് എന്ന് പറയുമ്പം ജയം പറയുവാണ്, നീ മിണ്ടി പോകരുത്, ഇങ്ങനെ കുശുമ്പ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നിൻ്റെ മകളുടെ വിവാഹം വരുമ്പം ഇതിൻ്റെ ഇരട്ടി ഞങ്ങൾ കൊടുക്കും, എത്രയാണോ അവൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇരട്ടി കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും ജലജയുടെ മുഖം തെളിയുന്നു. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ അബിയോട് പറയുവാണ്, നിനക്ക് ജോയിൻ ചെയ്യാൻ പോകാനുള്ള ഡ്രസ്സ് ഞാൻ മേടിച്ചു, എങ്കിലും കുറേ കൂടി നല്ല ഡ്രസ്സ് വാങ്ങിക്കണം, നമുക്കൊന്ന് പുറത്ത് പോകാം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, നിൻ്റെ പൈസ ഇപ്പോൾ ഒരുപാട് ചിലവാക്കിയില്ലേ, ഇനി എനിക്ക് ശമ്പളം കിട്ടിയിട്ട് മേടിച്ചാൽ മതി എന്ന്. അന്നേരം നവ്യ പറയും, എൻ്റെ ശമ്പളം നിൻ്റെ ശമ്പളം എന്നൊരു വേർതിരിവൊന്നുമില്ല, നമുക്ക് പോയി എടുക്കാമെന്ന്. അപ്പോഴത്തേക്കും അങ്ങോട്ട് ജലജ വരുവേ. എന്നത്തെയും പോലെ തന്നെ ആ സ്വർണ്ണത്തെക്കുറിച്ചുള്ള ഒരു വിവരണം അങ്ങ് വരുവാണ്. എന്നിട്ട് എന്നാലും ഇവിടുന്ന് പുറത്തു പോയാലും നിൻ്റെ അനിയത്തിക്ക് സ്വർണ്ണത്തിന് ഒരു കുറവുമില്ല, എന്ത് ആഘോഷം വന്നാലും അവളുടെ ആഗ്രഹമെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ ഇനി ശ്രദ്ധിക്കുന്നേ ഇല്ല, ഇവിടെ എന്ത് കാര്യം വന്നാലും ആഘോഷങ്ങളാണ്, പക്ഷേ എൻ്റെയോ ഇവൻ്റെയോ എന്തെങ്കിലും കാര്യം വന്നാൽ മാത്രം ഒരാഘോഷവും ഇല്ല, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുവാണ്, മോൾക്ക് ഇതെല്ലാം മനസ്സിലായി തുടങ്ങിയല്ലോ, അത് തന്നെ നല്ല കാര്യം, ഞാൻ ഇവിടുത്തെ വളർത്തുമകളാണ്, അതിൻ്റെ എല്ലാ വേർതിരിവും അവർ ഇവനോട് കാണിച്ചിട്ടുണ്ട്, അത് ഇപ്പം നിനക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഇവിടുത്തെ രണ്ട് ആങ്ങളമാരുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി എന്നെ എല്ലാവരും കൂടി ഒതുക്കുവാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പം നവ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ വളർത്തു മകളും ഇവൻ വളർത്തു മകളുടെ മകനുമാണ് എന്ന് വിചാരിക്കാം, പക്ഷെ നിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, നിന്നെയും ഇവനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നിൻ്റെ അമ്മ പോലും എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നിനക്കറിയാലോ, ശരിക്കും നീ അവിടുത്തെ ദത്തുപുത്രിയാണോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അഭി പറയും, അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവളുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഇവളുടെ അമ്മ ഇവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നമ്മളെ പരിഗണിക്കാത്തവരെ നമ്മളും പരിഗണിക്കേണ്ട, നമ്മളെ അവഗണിക്കുന്നവരെ നമ്മളും അവഗണിച്ചേക്കണം, അത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ കാര്യം, ഇപ്പം ഇവരൊക്കെ കാണിക്കുന്ന ആർഭാടം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കും, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ ഇവനോട് ശമ്പളം കിട്ടി തുടങ്ങുമ്പം അത് മിച്ചം വയ്ക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഞങ്ങൾക്കും സാധിക്കും, അതുകൊണ്ട് അങ്ങനെ ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു തട്ടുകേടും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നത്, ഇനിയിപ്പം അവന്തികയുടെ വിവാഹം അത് അവൾ ബുദ്ധിപൂർവ്വം നിൽക്കുന്നതുകൊണ്ട് നല്ല ആർഭാടമായി തന്നെ ഇവിടെയുള്ളവർ തന്നെ നടത്തി വിട്ടോളും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പം അഭിയോട് നവ്യ പറയുന്നുണ്ട്, എടാ നീ AN ജ്വല്ലറി കയറി പറ്റിയതിന് ശേഷം നല്ല രീതിയിൽ പെരുമാറിക്കോണം ഡേവിഡ് സാറിനോടൊക്കെ, ഡേവിഡ് സാറിന് ഇപ്പം എന്നെ ഭയങ്കര കാര്യമാണ്, അതുപോലെ തന്നെ നീയും അവരുടെ കണ്ണിലുണ്ണി ആകണം, അങ്ങനെയാകുമ്പോൾ നിനക്കും നേട്ടം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഞാൻ ഏറ്റു എന്ന് അഭി പറയുന്നുണ്ട്. പിന്നീട് ആദർശിനെയും നയനെയാണ് കാണിക്കുന്നത്. ആദർശം പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തോടു കൂടി നമുക്ക് ഉറപ്പിക്കാം, ആ ഹോട്ടലിൽ താമസിക്കുന്നത് എല്ലാവരും AN ജ്വല്ലറിയുടെ ആൾക്കാരാണ്, പുറത്തുനിന്ന് ആരും അവിടെ താമസിക്കുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്ന AN ജ്വല്ലറിയുടെ ഉടമസ്ഥനും ആ ഹോട്ടലിൽ തന്നെ കാണും, ഇനി അതാണ് കണ്ടെത്തേണ്ടത് എന്നൊക്കെ പറയുമ്പം ആകെ വിഷമം നയനയ്ക്ക്, കണ്ടെത്തണം, പക്ഷേ ഇനി ഇങ്ങനെ ജീവൻ പണയം വെച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്, ആദർശേട്ടൻ ഇനിയും വേഷം മാറി ചെല്ലുമ്പം ആദർശേട്ടനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പോലും മടിക്കില്ല, അറിയാലോ ആ കള്ളക്കടത്ത് നടത്തിയ ഡ്രൈവറെ അവർ കൊന്നു തള്ളി, അതുപോലെ അനഘയെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ വിട്ടു, അതൊക്കെ ആദർശേട്ടൻ മനസ്സിൽ വെച്ചേക്കണം, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ആകെ ഒന്ന് തോളോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഓർത്ത് നീ പേടിക്കേണ്ട കാര്യമില്ല, ന്യായം ഇപ്പോൾ എൻ്റെ ഭാഗത്തായതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കനകയും നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. കനകയ്ക്ക് ആകെ സംശയം, ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നവ്യ പ്രതികരിക്കാത്തത്, നവ്യനെ പറഞ്ഞ് വേറൊരു രീതിയിലാക്കിയത് ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് നന്ദുവിനോട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അവിടെ ഒരു കുറുക്കനുള്ള കാര്യം അമ്മയ്ക്കറിയാലോ, അവനായിരിക്കും ഇതെല്ലാം അവന് അനുകൂലമാകുന്ന രീതിയിൽ ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്, പിന്നെ അമ്മയ്ക്കറിയാലോ ചേച്ചിയുടെ സ്വഭാവം, ചേച്ചി ഓർത്ത് കാണും ഇപ്പം ചന്തുമോളെ നോക്കാൻ എല്ലാവരും ഉണ്ട്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്ത് നയനേച്ചിയും ആദർശേട്ടനും ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അവളെയും കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകുകയില്ല, അതുകൊണ്ട് ഇതുപോലെ അങ്ങ് തന്നെ പോകട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് ചേച്ചി തന്നെ ചിലപ്പോൾ തീരുമാനിച്ചും കാണും എന്ന് പറയുമ്പം
കനക ചോദിക്കും, അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുമോ, അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം, എന്നാൽ അമ്മയുടെ മോളെ ഇതെല്ലാം സീരിയസ് ആക്കി എടുത്തിട്ട് പോയി ജീവിതം നശിപ്പിക്കട്ടെ, അങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ, അതല്ലടി ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല, ഇപ്പം അമ്മ ചിന്തിക്കേണ്ടത് ചേച്ചിയുടെ 3-ാം മാസത്തെ ചടങ്ങാണ് നാളെ, അതിനെക്കുറിച്ചാണ് എന്ന് പറയുമ്പം, അതൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു മടിയുണ്ട്, അവിടെ നിൽക്കുന്ന ഹോം നേഴ്സിൻ്റെ അടുത്ത് പോയി ഞാൻ ഇച്ചിരി മോശമായിട്ട് പെരുമാറിയായിരുന്നു, അതുകൊണ്ട് അവരെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പം നന്ദു വഴക്ക് പറയുന്നുണ്ട്, അമ്മയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുത്, ആവശ്യമില്ലാത്ത എടുത്ത് ചാടരുത് എന്നൊക്കെ, അതിൻ്റെ ഫലമായിട്ടല്ലേ ഇതും സംഭവിച്ചത്, അത് അമ്മ അങ്ങ് സഹിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഏതായാലും നേരത്തെ തന്നെ നയനയുടെ പരിപാടിക്ക് പോകണമെന്ന് അവർ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലുന്ന നന്ദുവിനെ അനി വിളിക്കുന്നുണ്ട്. നാളെ വരില്ലേ എന്ന് ചോദിക്കും. വരും എന്ന് പറയുമ്പം, അവിടെ ഞാൻ വരുന്നത് ചടങ്ങ് കാണാനല്ല, നിന്നെ കാണാനാണ്, എല്ലാവരുടെയും കണ്ണുപിടിച്ച് നമുക്ക് കുറച്ച് നേരം മാറി നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇപ്പം ആർക്കും വലിയ സംശയമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെറിയ സംശയമുണ്ട്, അതല്ലാതെ, അതുകൊണ്ട് ആ സംശയം ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ പോകണം, ഇനി നമ്മളായിട്ട് സംശയമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നന്ദുവിനെ കാണുമ്പം കൺട്രോൾ വിട്ടു പോകുമോ എന്നൊരു സംശയമുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയും കാണിക്കുന്നു. അവർ ചടങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ദേവേനെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുവാണ്, ഇന്ന് തന്നെ എന്നോട് ചെല്ലണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, നീ പൊയ്ക്കോ, ഞങ്ങൾ നാളെ വന്നേക്കാമെന്ന്. അന്നേരം വീണ്ടും ദേവയാനി മുത്തശ്ശനോട് ചോദിക്കും, അച്ഛൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. അന്നേരം മുത്തശ്ശൻ ഇത്തിരി ദേഷ്യത്തിൽ പറയുവാണ്, നിനക്ക് 45 വയസ്സായില്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം മോന്തക്കിട്ടിട്ട് തന്നേനെ, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ, അതിനെപ്പറ്റി എന്നോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പിന്നെയും പറയും, ആദർശിന് ബിസിനസ്സിൽ ഒരു വീഴ്ച വന്നു എന്നല്ലാതെ അവൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അത് നേരെ മൂർത്തീസ് ജ്വല്ലറിയുടെ 50 വർഷത്തെ പാരമ്പര്യമാണ് അവൻ കൊണ്ട് കളഞ്ഞത്, അതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നാണല്ലോ നീ പറയുന്നത്, ഏതായാലും നീ ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട, അവിടെ നയനയുടെ ചടങ്ങിന് യാതൊരു കുറവുകളുമില്ല, എല്ലാവരും അങ്ങോട്ട് പോരുന്നുമുണ്ട്, ആകെ വരാത്തത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ വരാത്തത് ഒരു കുറവാണെങ്കിൽ ആ കുറവ് അതുപോലെ തന്നെ നിലനിന്നോട്ടെ, അതാണ് നല്ലത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി, എൻ്റെ ദേവയാനി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ പോകാൻ നോക്ക് എന്ന് പറയുന്നു. അങ്ങനെ ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുവാണ്, നാളെ അവിടെ ചെന്നിട്ട് ആ മാല മോളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം, പിന്നെ നിങ്ങൾ വരാത്ത അവർക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ സാധിക്കും, എന്നെ ഓർത്ത് ആദർശം അതുപോലെ നയനെ വേദനിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്, പിന്നെ താൻ നാളെ അങ്ങോട്ട് ചെല്ലുമ്പം ഇതിനിടയ്ക്കുള്ള ഈ മഞ്ഞ ഉരുക്കാനൊന്നും നോക്കണ്ട, ആ മഞ്ഞൊക്കെ പണ്ടേ ഉരുകിയതാണ്, ആദർശ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ വീഴ്ചയെക്കുറിച്ച് പഠിക്കണം, അതവൻ കണ്ടെത്തണം, അതിന് ഞാൻ ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഏതായാലും ദേവേനി നേരെ നയനയുടെ അടുത്തോട്ട് ചെല്ലുമ്പം വന്ന് വാതിൽ ഓർക്കുന്ന ഹോം നേഴ്സാണ്, അവരോട് നയനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നയനയും ആദർശോട് അങ്ങോട്ട് വരുന്നത്. അന്നേരം എൻ്റെ മോളെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഞാനൊരു ഹോം നേഴ്സാണ്, എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിൽ തന്നെയാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയുമ്പം, നോട്ടം ഇത്തിരി കൂടുതലാണ്, എല്ലാം കറക്റ്റ് സമയത്ത് വേണം, അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന്. എന്നിട്ട് അത് എടുക്കാനായിട്ട് അങ്ങ് അവർ പോകും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ സമയത്ത് ഇതുപോലെ ഒരാളെ നോക്കാനായിട്ട്, നയനെ നോക്കാനായിട്ട് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയുമ്പം, അതിന് നന്ദി പറയേണ്ടത് ദാമോരോടാണ് എന്ന് ദേവയാനി പറയുന്നു. പിന്നെ മുത്തശ്ശൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ വരില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇതെല്ലാം ഞാൻ ഉടനെ തന്നെ ശരിയാകും എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഈ വിഷുവിന് AN ജ്വല്ലറി മുന്നോട്ട് കയറി പോകും എന്ന് എനിക്ക് തോന്നുന്നത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു കുറച്ചിലല്ലേടാ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതെ, അത് എനിക്കൊരു കുറച്ചിൽ തന്നെയാണ്, പക്ഷേ അവനെ അത് ബാധിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും, ഈ വിഷു AN ജ്വല്ലറി കൊണ്ടുപോയാലും അടുത്ത ഓണത്തിന് നമ്മൾ നമ്മുടെ പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കും എന്നൊക്കെ അവർ പറയുന്നു. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കുറേ കാലമായിട്ട് പറയുന്നതാണ്, ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നിങ്ങൾ വീട്ടിലോട്ട് വരുന്നതും പ്രതീക്ഷിച്ച് ഒരുപാട് ആഗ്രഹത്തോടെ എല്ലാവരും ഇരിപ്പുണ്ട്. അതുപോലെ ചന്തുമോളുടെ കാര്യമൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞ രീതിയിലുള്ള കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.